അപ്പോൾ അവർ അറ്റാക്കിൻ്റെ സമയത്ത് പേര് ചോദിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തതെന്ന് ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ പേര് ആണെങ്കിൽ അവനെ വെടിവെച്ച് കൊന്നും, മുസ്ലിമിൻ്റെ പേരാണെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ കാരണം നമ്മെ സംരക്ഷിച്ചു പിടിക്കുന്ന ധീര ജവാന്മാരാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന കഴിഞ്ഞ 21 വർഷമായി മിലിറ്ററി സേവനം അനുഷ്ഠിച്ചിരുന്ന മിസ്റ്റർ അൻവർ IK ആണ്. അദ്ദേഹം മിലിറ്ററി വാറന്റ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിച്ച് വിരമിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസിലുണ്ടായ അനുഭവങ്ങളാണ് നമ്മുടെ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ മിലിറ്ററി തിരഞ്ഞെടുത്തത്? ഫോഴ്സ് തിരഞ്ഞെടുത്തു. ഫോഴ്സിൽ ചേരണമെന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലം മുതലേ തന്നെ എനിക്ക് ഫോഴ്സിൽ ചേരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി തുടങ്ങിയ സമയത്ത് ഈ 3 വർഷം ഡിഗ്രി 3 വർഷത്തെ കാലയളവാണ്. അപ്പോൾ ഈ 3 വർഷം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓടുമായിരുന്നു. രാവിലെ 1 കിലോമീറ്റർ അല്ല, രാവിലെ 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂർ ഓടുമായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ചെരിക്കണ്ടക്കാവ് എന്നാണ് എൻ്റെ പേര്. ചെരിക്കണ്ടക്കാവ് മുതൽ ഇവിടെ 1 കിലോമീറ്റർ ദൂരം, ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം രാഘവൻ കവല എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഐ ലവ് ദേശം എന്ന് എഴുതിയിരിക്കുന്നു. അവിടം വരെ 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 1.5 കിലോമീറ്റർ ഓടി പിന്നെ തിരിച്ചോടും. അങ്ങനെ 1 മണിക്കൂർ 5 മണി മുതൽ 6 മണി വരെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഫോഴ്സിൽ അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കയറിയത് ഫോഴ്സിൽ. 2002 ഞാൻ ഫോഴ്സിൽ കയറിയത്. അപ്പോൾ 2002 സെപ്റ്റംബർ 5-ാം തീയതി പാങ്ങോട് മിലിറ്ററി ഗ്രൗണ്ടിൽ ഒരു റാലി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റാലിക്ക് പോയപ്പോൾ 140 പേര് ഒരുമിച്ച് അവർ ഗ്രൗണ്ടിൽ ഓടിച്ചുവെങ്കിലും ആ ഓട്ടത്തിൽ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 2ാം സ്ഥാനത്തോടു കൂടി അവർ സെലക്ഷൻ എടുത്തു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിന് മുമ്പ് 3 വർഷം ഞാൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടി അത് കാരണമാണ് എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ സാധിച്ചത്. ഇതിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? ഉണ്ട്. ഫോഴ്സിൽ കയറുമ്പോൾ അവർ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഇത്ര നാൾ സർവീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, പെൻഷൻ കിട്ടും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫോഴ്സിൽ കയറി കഴിഞ്ഞാൽ 20 വർഷം കംപ്ലീറ്റ് സർവീസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് പെൻഷന് അർഹത ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് നമുക്ക് നിർത്തി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും പലരും നിർത്തി പോരാറുണ്ട് ഫോഴ്സിലെ ബുദ്ധിമുട്ടുകൾ കാരണം. പക്ഷേ അവർക്ക് അതിനുള്ള ബെനിഫിറ്റുകളൊന്നും കിട്ടാറില്ല. കുറച്ച് നാൾ ജോലി ചെയ്തു നമ്മൾ നിർത്തി പോകുന്നു, അത്ര തന്നെ. പിന്നെ അവർക്ക് പോലീസ് കേസും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോരുക എന്നുള്ളത് പോസിബിളായ കാര്യമല്ല. ഇപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ട്രെയിനിങ് പീരീഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള, അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു വെക്കണ്ടേ? ആ ഒരു മനോധൈര്യമൊക്കെ വേണ്ട. അതൊക്കെ എങ്ങനെ അത് നമുക്ക് ട്രെയിനിങ് നടത്തുമ്പോൾ തന്നെ നമുക്ക് അതിനായ പ്രാക്ടീസ് തന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ആ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ 14 മാസമായിരുന്നു ട്രെയിനിങ്. അപ്പോൾ അതിനിടയിൽ എല്ലാവർക്കും ചാടി പോരണമെന്ന് തോന്നും. ട്രെയിനിങ് ചെയ്യുന്ന എല്ലാവർക്കും ചാടി പോരണമെന്ന് തോന്നും. ഒരു വ്യക്തിക്ക് മാത്രമല്ല, ട്രെയിനിങ് ചെയ്യുന്ന എല്ലാവർക്കും ചാടി പോരണമെന്ന് തോന്നുമെങ്കിലും നമ്മുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് മോശമായ വ്യക്തികൾ അവിടെ പിടിച്ചു നിൽക്കും. വീടുകളിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകനാണ്, സാമ്പത്തികമായി നല്ല ശേഷിയുമുള്ള കുട്ടികൾ ചാടിപ്പോകും. അവർക്കത് താങ്ങേണ്ട കാര്യമില്ല, ഇത്രയും കഷ്ടതയിൽ പിടിച്ചു നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ അവർ ചാടിപ്പോരും. എന്നെ പോലുള്ളവർ കംപ്ലീറ്റ് ചെയ്യും. എന്താണ് ചെറുപ്പം മുതലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ? ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിമിന്റെ സ്വാധീനം യുവതയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നില്ല. അത് ശരി തന്നെയാണ്. ഇപ്പൊ ഫിലിമിൽ നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ, അത് കാണുന്ന കുട്ടികൾക്കും അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം, ടെൻഡൻസി ഉണ്ടാകും എന്നുള്ള സത്യമാണ്. കാരണം എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് രാജ്യസ്നേഹ ചിത്രങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള സിനിമകൾ കണ്ടാണ് തമിഴ് സിനിമയിൽ ഞാൻ തന്നെ മുമ്പ് ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ആക്ഷൻ കിങ് അർജുൻ എന്ന് പേരുള്ള ഒരു നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹ സിനിമകൾ കണ്ടാണ് എനിക്ക് ഫോഴ്സിലേക്ക് ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായത്. അപ്പൊ സാറ് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. അതിന്റെ പിന്നീട് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഫോഴ്സിൽ നമുക്ക് ഇൻട്രോവേർട്ട് ആയാലും എക്സ്ട്രോവേർട്ട് ആയാലും ഫോഴ്സിൽ നമുക്ക് ചേരണമെങ്കിൽ നമുക്ക് ചേരാം. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആണ് ഫോഴ്സിൽ ചേരാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് ഉൾവലിഞ്ഞ പ്രകൃതക്കാരനാണ് എങ്കിൽ നമുക്ക് ഫോഴ്സിലേക്ക് ചേരണമെങ്കിൽ അവിടെ ചേരാം. അവർ അതിൻ്റെതായ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം തരുമ്പോൾ നമ്മൾ എക്സ്ട്രോവേർട്ട് ആയാലും ഇൻട്രോവേർട്ട് ആയാലും നോർമൽ ഒരു സൈനികനായിട്ട് മാത്രമാണ്
നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ സാറ് ഒരു സാധാരണ ഒരു സ്കൂളിൽ പഠിച്ചത്, അപ്പം ഇങ്ങനെ എൻ്റെ അത് എഴുതിയിട്ടുണ്ട് ഹിന്ദി മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പിന്നെ എങ്ങനെയാണോ ഇത്? അത് സിമ്പിൾ അല്ലേ. ഇപ്പം നമ്മൾ മലയാളികളാണ്, നമുക്ക് ഹിന്ദി മാത്രമാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. എഴുതാനും വായിക്കാനും മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ, നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. ഞാൻ 6ാം ക്ലാസ് മുതൽ എങ്ങാണ്ടാണ് ഹിന്ദി പഠിച്ചത്. അപ്പം എനിക്ക് എഴുതാനും വായിക്കാനും മാത്രമേ അറിയാൻ പാടുള്ളൂ, സംസാരിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. ഹിന്ദി ഭാഷ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. ഹിന്ദി സിനിമകൾ കാണുന്നത് വളരെ വിരളമായിരുന്നു. പക്ഷെ ഫോഴ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹിന്ദിക്കാരാണ്. അപ്പോൾ എല്ലാവരും ഹിന്ദിക്കാരാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പഠിക്കും. 21 വർഷം സർവീസിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആണല്ലോ സർവീസിൽ. ഓക്കെ, ഒരുപാട് ടച്ചിങ്, മനസ്സിൽ ടച്ചിങ് ആയ ഒരുപാട് എക്സ്പീരിയൻസ് ആണല്ലോ, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? 21 വർഷത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് സംസ്കാരങ്ങളിലൂടെ, ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ, ഒരുപാട് ഭാഷകളിലൂടെ എല്ലാം കയറി ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും സർവീസ് ചെയ്തത് നോർത്ത് ഈസ്റ്റിലാണ്. നമ്മുടെ കേരളത്തിനേക്കാൾ ഒരു 30 വർഷം പിന്നിലാണ് ഇപ്പോഴും നോർത്ത് ഈസ്റ്റ്. ഇപ്പോഴും നമുക്ക് അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്ത് ചെന്നാൽ വൈക്കോൽ കൊണ്ടുപോകുന്ന കാളവണ്ടികളെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഇപ്പോഴും ബാക്ക്വേർഡായി കിടക്കുന്ന പുരോഗമനം എന്ന് പറയുന്നത് എത്തി നോക്കിയിട്ട് പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളിലാണ് ഞാൻ സർവീസ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ജനതയുമായിട്ട് സംസാരിച്ചും ഇടപഴകിയുമാണ് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയത്. മിലിറ്ററിയിലായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മറക്കാത്ത സംഭവം ഉണ്ടാവുമല്ലോ. ഓക്കെ, അതൊന്ന് പറയാമോ? അത് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിലിറ്റൻസ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുള്ള ഏരിയയാണ് നോർത്ത് ഈസ്റ്റ്. ഞാൻ കൂടുതലുമായിട്ട് സർവീസ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അതുകൂടാതെ ജമ്മുവിലും പിന്നെ UN മിഷൻ്റെ ഭാഗമായിട്ട് കരീബിയൻ ഐലൻഡായ ഹെയ്ത്തിയിലും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടെ 29 ഗ്രൂപ്പ് തീവ്രവാദികൾ തന്നെയുണ്ട്. പക്ഷേ കാശ്മീരിലുള്ള തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന തീവ്രവാദികളാണ് കാശ്മീരിലുള്ളത്. പക്ഷേ മണിപ്പൂരിലുള്ള തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ തന്നെയുള്ള തീവ്രവാദികളാണ്. അവർ ആ ഗ്രാമത്തിൽ ജനിച്ചു, അതിനുശേഷം തീവ്രവാദത്തിലേക്ക് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് ട്രെയിനിങ് നേടി ആ ഗ്രാമത്തിൽ തന്നെ വന്ന് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് മണിപ്പൂരിലുള്ളത്. അപ്പോൾ മണിപ്പൂരിൽ സർവീസ് ചെയ്യുന്ന ഇടയ്ക്ക് അവിടെയുള്ള ആളുകളുമായിട്ട് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മിലിറ്ററി ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിലായിരുന്നു ഏകദേശം ഒരു 10 വർഷത്തോളം സർവീസ് ചെയ്തത്. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു 14 തീവ്രവാദികളെ സറണ്ടർ ചെയ്യിക്കാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ ഒരുപാട് ഗൊറില്ല വാർ ഫൈറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ആംബുഷിൽ നിന്നും 2 തവണ തലമുടി നാരഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ വാഹനത്തിൽ പോകുമ്പോൾ അവർ മലയുടെ മുകളിൽ നിന്ന് തുരുതുരാന്ന് ആക്രമിക്കും, പതിയിരുന്ന് ആക്രമിക്കും. അതിനെയാണ് ഗറില്ല വാർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട സമയങ്ങളെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ഫേസ്ബുക്കിലൊക്കെ സാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഏകാന്തത എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ ലീവ് കഴിഞ്ഞ് ഒരു മനുഷ്യന് അല്ല, ഒരു സൈനികന് അവന് വർഷത്തിൽ കിട്ടുന്ന 2 മാസമാണ് ശരിക്കും പറഞ്ഞാൽ അവൻ ജീവിക്കുന്നുള്ളൂ നാട്ടിൽ. അതിനുശേഷം ആ നാട്ടിൽ ജീവിച്ച ഓർമ്മകൾ കൊണ്ടാണ് അവൻ ബാക്കിയുള്ള 10 മാസവും സൈന്യത്തിൽ ജീവിക്കുന്നത്. പിന്നെ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഏകാന്തതയാണ്. നമ്മൾ ഈ സൈനികരെ മാത്രമേ കാണുന്നുള്ളൂ, ഒരു സിവിലിയനെ പോലും കാണാൻ നമുക്ക് സാധിക്കാറില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇല്ല, നാടുമായിട്ട് ടച്ച് ഇല്ല. പിന്നെ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഫോഴ്സിലുള്ളവർ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വായിച്ചു, അപ്പോൾ സ്വന്തം ആരെങ്കിലും മരിച്ചാൽ അതൊരു വായിച്ചു കാര്യം എന്താ പറഞ്ഞു? അത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മരിച്ചിരുന്നു 2015. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ഞാൻ ലീവിന് ഇറങ്ങിയിട്ട് അവിടെ ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ മണിപ്പൂരിൽ അങ്ങനെയുള്ള സൗകര്യമില്ല. ഞാൻ ആ സമയത്ത് മണിപ്പൂരിലായിരുന്നു. മണിപ്പൂരിലെ ഒരു പട്ടാളക്കാരന് ലീവിന് പോകണമെങ്കിൽ കോൺവോയ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കോൺവോയ് എന്ന് പറഞ്ഞാൽ ലീവിന് പോകുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സൈനികർക്ക് വേണ്ടിയുള്ള ഒരു വലിയ സൈനിക വ്യൂഹത്തിനെയാണ് കോൺവോയ് എന്ന് പറയുന്നത്. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ മരിച്ചതിൻ്റെ തലേദിവസം കോൺവോയ് നടന്നു. അതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത കോൺവോയ് ഉണ്ടാകുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് അവിടെ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള യാതൊരു എൻ്റെ വീട്ടിൽ എത്ര വലിയ ഒരു അപകടം നടന്നു അല്ലെങ്കിൽ ഒരു വലിയ ഒരു അത്യാഹിതം നടന്നു എങ്കിലും എനിക്ക് നാട്ടിലെത്തിച്ചേരാനുള്ള സൗകര്യമില്ല. കാരണം അവിടെ കോൺവോയ് ഇല്ല. അടുത്ത കോൺവോയ് വന്നതിന് ശേഷം മാത്രമേ എന്നെ അവർ ആ കോൺവോയിൽ കയറ്റി വിടുകയുള്ളൂ. കാരണം ഒരു പട്ടാളക്കാരൻ സാധാ സിവിലിയനെ പോലെ അവൻ ബസ്സിൽ കയറി ട്രാൻസ്പോർട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ ജീവന് തന്നെ
ആപത്താണ് എന്ന തിരിച്ചറിവ് മൂലം മുതിർന്ന ഓഫീസേഴ്സ് ഞങ്ങൾ അതിന് അനുവദിക്കാറില്ല. കാശ്മീരിൽ സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്ന് പറയാമോ? കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കാശ്മീരാണ്, രണ്ടാമത് മണിപ്പൂരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മണിപ്പൂരും കാശ്മീരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്ന് കഴിഞ്ഞാൽ കാശ്മീരിൽ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി വരുന്നവരാണ് കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മണിപ്പൂരിൽ എന്ന് പറഞ്ഞാൽ മണിപ്പൂർ എന്ന സംസ്ഥാനത്തുള്ളവർ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ നമുക്ക് ഒതുക്കി നിർത്താം. പക്ഷേ ഇവരും പട്ടാളക്കാരെ അല്ലെങ്കിൽ സാധാരണ സിവിലിയൻസിനെ ആക്രമിച്ചതിന് ശേഷം വീണ്ടും അവർ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ നമുക്ക് ആക്രമിക്കാനോ അവരെ പിടിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ അകത്ത് കയറി ബോർഡർ കടന്ന് അകത്ത് കയറിയിട്ട് വേണം ഇവരെ ആക്രമിക്കാനായിട്ട്. അതിന് പ്രത്യേക അനുവാദവും കാര്യങ്ങളെല്ലാം വേണം. ഓക്കെ, അപ്പോൾ അത് കാലാവസ്ഥയൊക്കെ ഭയങ്കര പ്രതികൂലമായിരിക്കും. കാലാവസ്ഥ വളരെ പ്രതികൂലമായിരിക്കും. നമുക്ക് തണുപ്പ് കാലത്തെന്ന് പറഞ്ഞാൽ ഒരു നവംബർ മുതൽ ഏകദേശം മാർച്ച് പകുതി വരെ നല്ല തണുപ്പായിരിക്കും. ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 ഡ്രസ്സൊക്കെ ഒരുമിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂല കാലാവസ്ഥയിലാണ് ഒട്ടുമിക്ക സൈനികരും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കയ്യിലെ വിരലൊക്കെ തണുപ്പ് മൂലം നമ്മൾ എന്തെങ്കിലുമൊക്കെ തൊട്ട് കഴിയുമ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ, അത് നിന്ന് പോയിട്ട് കൈ വിരലുകളൊക്കെ ഇങ്ങനെ വീർത്ത് എല്ലാം ആ സമയത്തൊക്കെ തണുപ്പിൻ്റെ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള സമയം നോർമലാണല്ലോ, നമുക്ക് ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് സഹിക്കാൻ സാധിക്കും. പക്ഷേ തണുപ്പ് എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് ഓരോ സൂചി കുത്തി ഇറക്കുന്നത് പോലെയുള്ള വേദനയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ട് ഓരോ സൈനികർ ആ സമയത്ത് മരിച്ചു വീഴുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഓരോ പട്ടാളക്കാരനും അവൻ്റെ ജീവനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സ്വന്തം ബഡ്ഡിയുടെ ജീവനാണ്, ജീവൻ സംരക്ഷിക്കാനാണ്. അപ്പോൾ എവിടെയെങ്കിലും ഓപ്പറേഷന് പോകുമ്പോൾ 2 പേരായിട്ടാണ് പോകുന്നത്. ബഡ്ഡി പെയർ എന്ന് പറയും, അല്ലെങ്കിൽ ബഡ്ഡി എന്ന് പറയും. അപ്പോൾ നമുക്ക് വെടികൊണ്ടില്ലെങ്കിൽ ബഡ്ഡിക്കുള്ളും, ബഡ്ഡിക്ക് വെടികൊണ്ടില്ലെങ്കിൽ നമുക്കുള്ളും, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കേണ്ട കൂടെയുള്ള ആളുടെ കടമയാണ്. അപ്പോൾ എൻ്റെ ബഡ്ഡിക്ക് വെടികൊണ്ട് കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടപ്പിറപ്പാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം സഹോദരനാണ്. അപ്പോൾ അവൻ്റെ അപകടമുണ്ടായപ്പോൾ അത് എനിക്ക് അപകടമുണ്ടായതിനേക്കാൾ കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന വ്യഗ്രതയോടുകൂടി അവനെ എടുത്ത് തോളിൽ കിടത്തി 1.5 കിലോമീറ്ററോളം അകലെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ അവിടെ കൊണ്ടുപോയി അവനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നു. അപ്പൊ ആ കൂടെ ഉണ്ടാകുന്ന പഠിച്ച ചോര ധരിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഒരു വിഭ്രാന്തിയായിരുന്നു. നമുക്ക് ഇവൻ എങ്ങനെയും രക്ഷിക്കണം, എൻ്റെ കൂടപ്പിറപ്പാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഭ്രാന്തി മനുഷ്യന് വരെയാണ്. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ആഗ്രഹത്താൽ നമ്മളെ സ്വയം മറന്നു പോവുകയാണ് ആ സമയത്ത് ചെയ്യുന്നത്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ആഗ്രഹത്താൽ അവനെ എടുത്തിട്ട് നമുക്ക് ആ സമയം അവൻ്റെ ശരീര വെയിറ്റോ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ബുള്ളറ്റ് പ്രൂഫിൻ്റെ വെയിറ്റോ ഇതൊന്നും നമുക്ക് ഒരു പ്രശ്നമല്ല. നമ്മുടെ ഏക ലക്ഷ്യം എന്നുള്ളത് നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന് മുന്നേ തന്നെ അവനെ രക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആളെ എടുത്ത് കൊണ്ടുപോയി രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഫസ്റ്റ് പോസ്റ്റിംഗ് എവിടെയായിരുന്നു? എൻ്റെ ട്രെയിനിങ് നാഗാലാൻഡിലായിരുന്നു. അതിനുശേഷം മിസോറാമിലായിരുന്നു. അങ്ങനെ നോർത്ത് ഈസ്റ്റിൻ്റെ ഏകദേശം അസം ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സർവീസ് ചെയ്തിട്ടുണ്ട്. സർവീസിന്റെ ഇടയിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപകടങ്ങൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്ത ഒരു അപകടം എന്ന് പറയുന്നത് 2020 മാർച്ച് 5-ാം തീയതി രാത്രി 1 മണിക്ക് ഓപ്പറേഷന് പോയി. പെട്ടെന്നായിരിക്കും നമ്മൾ ഓപ്പറേഷൻ എവിടെന്നെങ്കിലൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോൾ, തീവ്രവാദികളുടെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്നായിരിക്കും ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ രാത്രി 1 മണിക്ക് കിടന്നുറങ്ങിയ ഞങ്ങളെല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ച് ഓപ്പറേഷന് പോയപ്പോൾ അന്ന് രാത്രി മുഴുവൻ മഴ നനഞ്ഞ് എല്ലാം നനഞ്ഞ് ചെളി കൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പോലെ മണ്ണല്ല, അവിടെ ചെളിയാണ്, പശ നിറഞ്ഞ മണ്ണാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മല കയറി ഓരോ മലയ്ക്ക് മുകളിലാണ് ഈ ഗ്രാമങ്ങളുള്ളത്. ആ ഗ്രാമത്തിലാണ് തീവ്രവാദികളുള്ളത്. അപ്പോൾ തീവ്രവാദികളെ പിടിക്കാനായിട്ട് ഇങ്ങനെ മല കയറി പോകുമ്പോൾ ഒരു 10-20 അടി മുകളിൽ ചെന്നപ്പോൾ കാല് വഴുതി ഞാൻ താഴത്തേക്ക് വീണു. ശരീരത്തിലുള്ള ബുള്ളറ്റ് പ്രൂഫിൻ്റെ കൂർത്ത ഭാഗം, അല്ല ഏറ്റവും കൂർത്ത ഭാഗമുണ്ട് സൈഡിൽ, ഒരു പട്ട പോലെയാണ്. അതിൽ കട്ടൽ മൂല എന്നാണ് പറയുന്നത്, കൂർത്ത ഭാഗം മൂല. ആ മൂല എൻ്റെ നട്ടലിൻ്റെ അവിടെ കൊണ്ടിട്ട് L4 L5 കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ താഴത്തേക്ക് വീണതിന് ശേഷമാണ് കംപ്ലൈൻ്റ് ആയത്. അവസാനം ആ ഓപ്പറേഷൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് എന്നെ എല്ലാവരും കൂടി കൊണ്ടുപോയി. അപ്പോൾ ഒരുപക്ഷെ അന്ന് എനിക്ക് അപകടം പറ്റിയതുകൊണ്ട് ഒരു തീവ്രവാദിയുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം അപകടം ഉണ്ടായി ഒരു 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ശരിയായത്. പതിയെ നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. നടന്ന്
പിന്നെ ഞാൻ ഓടാൻ തുടങ്ങി. പണ്ട് ചെറുപ്പം മുതലേ എനിക്ക് ഓടണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. നല്ല രീതിയിൽ അല്ലെങ്കിൽ മോശമില്ലാത്ത രീതിയിൽ ഞാൻ നന്നായിട്ട് ഓടുമായിരുന്നു. പിന്നെ ഈ 2.5 വർഷത്തേക്ക് എനിക്ക് യാതൊരു ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിലേക്ക് ലീവിന് വരുമായിരുന്നു. പക്ഷെ ഞാൻ നടക്കുമ്പോൾ തന്നെ കാലിന് ഒരു മുടന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തന്നെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഇടത് കാലിന് ഒരു മുടന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ നടന്നും ഓടിയും എക്സർസൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അതാ എൻ്റെ രോഗാവസ്ഥ ഞാൻ മാറ്റിയെടുത്തു. ഇപ്പം ഞാൻ നല്ല രീതി പണ്ടുള്ളതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് റൺ ചെയ്യാൻ സാധിക്കും. കാശ്മീർ പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് പറയാനായിട്ട് ആക്ച്വലി ഞാനിപ്പോൾ ആളല്ല. കാരണം ഞാനിപ്പോൾ സാധാ ഒരു സിവിലിയനാണ്. ഞാൻ ഫോഴ്സിൽ നിന്ന് റിട്ടയർഡായിട്ട് 1 വർഷത്തോളമായി. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ അറിവ് വെച്ച് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് നമ്മൾ ഇന്ത്യക്കാരല്ല അല്ലെങ്കിൽ ഭാരതീയരല്ല, നമ്മൾ ഹിന്ദുസ്ഥാനികളാണ്. ഇവിടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാനിലുള്ള ഈ ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളും അവർക്ക് ഹിന്ദു അല്ല, ക്രിസ്ത്യൻ അല്ല, മുസ്ലിം അല്ല, അവർക്ക് ഹിന്ദുസ്ഥാനികളാണ്. ഹിന്ദുസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രു രാജ്യമാണ്. ശത്രു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളാണ്. ശത്രു രാജ്യത്തെ ജനങ്ങളാണ് ഈ ഹിന്ദുസ്ഥാനികൾ. അപ്പോൾ അവർ അറ്റാക്കിൻ്റെ സമയത്ത് പേര് ചോദിച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തതെന്ന് ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരെ ശത്രു രാജ്യത്ത് ഒരു ഭിന്നത ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള ഒരു കമ്മ്യൂണൽ റയോട്ട്സ് ഉണ്ടാക്കുക എന്നാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ ഹിന്ദുക്കളെ കൊല്ലാനും മുസ്ലിംസിനെ രക്ഷിക്കാനും അങ്ങനെയുള്ളൊരു ചിന്തയല്ല അവർക്കുള്ളത്. ആക്ച്വലി അവർക്കുള്ളത് അവരുടെ മോട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണൽ റയോട്ട്സ് ഉണ്ടാക്കുക. കമ്മ്യൂണൽ റയോട്ട്സ് ഉണ്ടാക്കാനായിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഹിന്ദുവിൻ്റെ പേര് ആണെങ്കിൽ അവനെ വെടിവെച്ച് കൊന്നും, മുസ്ലിമിൻ്റെ പേരാണെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലാതെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള ഒരു ഭിന്നത ഉണ്ടാവുകയും അത് ഒരു കമ്മ്യൂണൽ വയലൻസിലേക്ക് നയിക്കാൻ കാരണമാകുകയും അവരുടെ മോട്ടോ വിജയിക്കുകയും ചെയ്യും. ആ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ആ പാകിസ്ഥാനിലുള്ള തീവ്രവാദികളുടെ ചിന്ത എന്നത് തന്നെ, അവരുടെ മോട്ടോ എന്നത് തന്നെ ഒരു കമ്മ്യൂണൽ റയോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. അല്ലാതെ അവർക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും അവർക്ക് ഹിന്ദുസ്ഥാനികളാണ്, അവരെ ശത്രു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളാണ്. അല്ലാതെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊല്ലണം, മുസ്ലിംസിനെ രക്ഷിക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും അവർക്കില്ല. അവർക്കുള്ളത് അവരെ ശത്രുക്കളെല്ലാവരും തമ്മിലടിച്ച് മരിക്കുക, അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. അതാണ് അവരുടെ മോട്ടോ. ഇവിടെ ഉള്ളവർ തമ്മിലടിച്ച് മരിക്കാത്തേ ഉള്ളൂ. അപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സാർ ഇപ്പം എന്താ ചെയ്യണേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു സോഷ്യലി കമ്മിറ്റഡായ ഒരു ജോലിയാണ്. മേജർ രവി ട്രെയിനിങ് അക്കാഡമി. മേജർ രവി സർ സ്ഥാപിച്ച ഒരു അക്കാഡമിയാണ്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മേജർ രവി ട്രെയിനിങ് അക്കാഡമി ഉണ്ട്. ഈ മേജർ രവി ട്രെയിനിങ് അക്കാഡമിയിൽ ഞാൻ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ടറാണ്. ഫോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഏത് ഫോഴ്സിലായാലും, പാരാമിലിറ്ററി ഫോഴ്സിലായാലും, ആർമിയിലായാലും, നേവിയിലായാലും, എയർഫോഴ്സിലായാലും, പോലീസ് ഫോഴ്സിലായാലും, ഏത് ഫോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ ട്രെയിനിങ് നേടിക്കഴിഞ്ഞാൽ ഫോഴ്സിൽ ചേരാനുള്ള ആ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ബുദ്ധിമുട്ട് അവർക്ക് മാറിക്കിട്ടും. അവർക്ക് വളരെ ഈസിലി ഇത് പാസ്സാകാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സോഷ്യലി കമ്മിറ്റഡായ ഒരു ജോലി കൂടിയാണ്. കുട്ടികളെ അല്ലെങ്കിൽ കേരളത്തിലെ കുട്ടികളെ ഫോഴ്സിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സംഭവമാണ് മേജർ രവി ട്രെയിനിങ് അക്കാഡമി. അതിലെ ഇൻസ്ട്രക്ടറാണ് ഞാനിപ്പോൾ. അപ്പോൾ സാറിൻ്റെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് പറഞ്ഞു തരാനുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്ത് കാര്യങ്ങൾ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാനും അതിനുള്ള മറുപടി പറയാനും ഞാൻ തയ്യാറാണ്. താങ്ക് യു സോ മച്ച്.